Hello. So today we are having a guest lecture on computer graphics taken by Professor Archa Eti. Which will be handling module 1 and 2 of computer graphics. She'll be handling online classes only. So if you have any doubt, just clear your doubt during the session. Okay. Please tell others to join first also. Now I'm handing over this session to Archa, Miss. Archa, please. Hello. Hello, teacher. Okay. Archa, start again. Okay. Good morning to all. Um, Still others may join soon. My name is Archa, and I am taken computer graphics, and on module 2, 1 and 2 I will handle. So let me start now. If you have any doubts, please ask me. Okay. Let me start our class. Anyone please respond. Anakha. Miss. Okay. Shall I start the class? There are Yes, others. Miss. Yes. Only 18 join. Only 16 join. Yes, Miss. ബാക്കിയവര് വരും വേഗം വരുമോ? വരും. ആ വെയിറ്റ് ചെയ്യണോ? അല്ല മിസ് തുടങ്ങിക്കോ വേഗം വരും. സ്റ്റാർട്ട് ചെയ്തു കുറച്ച് അവര് ജോയിൻ ചെയ്തു. ഓക്കെ. ഞാൻ ലാപ്പിലൊന്ന് സ്ലൈഡ് ഷോ എടുക്കട്ടെ. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ജസ്റ്റ് ഇന്ന് ഫസ്റ്റ് ക്ലാസ് അല്ലേ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മോഡ്യൂൾ വണ്ണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഗ്രാഫിക് ഡിവൈസസ്, ഇന്ററാക്റ്റീവ് ഗ്രാഫിക് ഇൻപുട്സ്, റാസ്റ്റർ സ്കാൻ ആൻഡ് റാൻഡം സ്കാൻ ഡിസ്പ്ലേസ്. പിന്നെ അറിയുന്ന കുറേ കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ പറ്റി നിങ്ങൾക്ക് കുറേ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. മോണിറ്റർ, അതുപോലെ കാഥോഡ് റേ ട്യൂബ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്, അതുപോലെ ഗ്രാഫിക് ഇൻപുട്ട് ഡിവൈസസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മോഡ്യൂൾ വണ്ണിൽ വരുന്നത്. സിമ്പിൾ മോഡ്യൂളാണ്.
സോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സബ്ജക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഈസി സബ്ജക്ട്സ് ആണ്, ബട്ട് ഇറ്റ്സ് എ കോർ പേപ്പർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, it's a core paper, so it has credit point is credit point കൂടുതലാണ് ഈ സബ്ജക്റ്റിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ്. സോ പിന്നെന്താ, പിന്നെ ഇത് നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പേപ്പർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ വെരി കോർ സബ്ജക്ട്. സോ പ്രോഗ്രാമിംഗിൽ ഇപ്പോൾ കറന്റ് മാറ്റ്ലാബ് യൂസ് ചെയ്തൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. പൈത്തൺ, മാറ്റ്ലാബ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇമേജ് പ്രോസസ്സിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അത് കോർ പേപ്പർ ആണ്. സോ എല്ലാവരും അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെ മോഡ്യൂൾ 1 ജസ്റ്റ് സിമ്പിൾ തിങ്സ് ആണ്, പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. തിയറി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് മോഡ്യൂൾ 1 അപ്പോൾ പിന്നെ സിലബസിൽ ലാസ്റ്റ് പറയുന്നുണ്ട് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം റിലേറ്റഡ് ടോപ്പിക്സ് വരാൻ ചാൻസ് ഉണ്ട്. 50% ഓഫ് പ്രോബ്ലംസ് മേ ബി ആസ്ക്ഡ് ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി മോഡ്യൂൾസിൽ നിന്ന് വലിയ ടഫ് ക്വസ്റ്റ്യൻസ് അല്ല, പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് പ്രോബ്ലം റിലേറ്റഡ് വരാൻ ചാൻസ് പ്രോബ്ലം ഇല്ല, ശരിക്കും തിയറി പേപ്പർ ആണ്. ഫസ്റ്റ് മോഡ്യൂൾ തിയറി കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പിന്നെന്താ കണ്ടൻസ്, ബേസിക് കണ്ടൻസ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ഇൻ ഗ്രാഫിക്സ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ഗ്രാഫിക് ഡിവൈസസ്, ഇന്ററാക്റ്റീവ് ഗ്രാഫിക് ഇൻപുട്സ്, റാസ്റ്റർ സ്കാൻ, റാൻഡം സ്കാൻ ഡിസ്പ്ലേസ്. ഓക്കെ, so first of all, introduction, just what do you mean by computer graphics? Computer graphics, it is an art of drawing pictures, lines, charts, etc. using computers with the help of programming. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ പറ്റി? ആർക്കെങ്കിലും എന്താണ് അതിനെപ്പറ്റി അറിയാവോ? അറിയുന്നവർ കാണുമല്ലോ, അനിമേഷൻ അതുപോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ടൂൾസ് യൂസ് ചെയ്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ആർക്കൊക്കെ? എനി അതേഴ്സ്? റെസ്പോണ്ട് ചെയ്യൂ, ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ പറയാം. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഡ്രോയിങ് പിക്ചേഴ്സ്, ലൈൻസ്, ചാർട്ട് എക്സെട്ര യൂസിങ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രോഗ്രാമിംഗ്. ഇപ്പൊ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്രോയിങ് പിക്ചേഴ്സ്, ലൈൻസ്, ചാർട്ട് എക്സെട്ര. ഓക്കെ, അതിനെയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. മെയിൻലി ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് കൺവേ മോർ ഇൻഫർമേഷൻ ഇൻ ലെസ് ടൈം ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ്സ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്കലി ഗ്രാഫ് ഷോൺ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ്, അപ്പോൾ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് കൂടുതൽ ഇൻഫർമേഷൻ, ഡേറ്റ മേ ബി ഇൻ ഡിഫറെന്റ് ഫോർമാറ്റ്. ഓക്കെ, ഡിഫറെന്റ് ഫോർമാറ്റ് മീൻസ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ഇമേജിന്റെ ഫോമിലായിരിക്കും. ഇമേജിനെ എന്ത് ചെയ്യുക? ഡിഫറെന്റ് പ്രോസസ് യൂസ് ചെയ്ത്, ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യുക. അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ. സോ നമുക്ക് പറയാം ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് കൺവേ മോർ ഇൻഫർമേഷൻ ഇൻ ലെസ് ടൈം ആൻഡ് വി ഹാവ് ടു ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ്. ഓക്കെ, എക്സാമ്പിൾ സ്റ്റാറ്റിക്കലി ഗ്രാഫ് ഷോൺ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഗ്രാഫ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കലി, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ്സ് കൊണ്ട് മാറി മാറി വരും. അങ്ങനെ അതായത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഡേറ്റ കാണിക്കണമെങ്കിൽ അത്രയ്ക്കും ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ദാറ്റ്സ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ്. ദെൻ ഇമേജ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് പിക്സൽസ്. ഇനി ഇമേജിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ടേമിൽ പറയുന്ന ടേമാണ് പിക്സൽ. പിക്സൽ മീൻസ് പിക്ചർ എലമെന്റ്സ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിക്ചർ എലമെന്റ്സ് എന്നാണ് പിക്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റ്, ഒരു കുഞ്ഞു യൂണിറ്റിനെ പറയുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റിനെ പറയുന്നതാണ് പിക്സൽ എന്ന്, അല്ലെങ്കിൽ പിക്ചർ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. പിക്സൽ ഈസ് ദ സ്മോളസ്റ്റ് അഡ്രസ്സബിൾ ഗ്രാഫിക്കൽ യൂണിറ്റ് റെപ്രസെന്റഡ് ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഇപ്പൊ കമ്പ്യൂട്ടർ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു എന്താണ് സ്മോളസ്റ്റ് യൂണിറ്റിനെ അല്ലെങ്കിൽ ഒരു സ്മോളസ്റ്റ് ഗ്രാഫിക്കൽ യൂണിറ്റിനെ എന്ത് പറയാം? പിക്സൽ എന്ന് പറയാം, അല്ലെങ്കിൽ പിക്ചർ എലമെന്റ് എന്ന് പറയാം. വി ക്യാൻ കൺട്രോൾ ഇന്റൻസിറ്റി ആൻഡ് കളർ ഓഫ് പിക്സൽ വിച്ച് ഡിസൈഡ് ഹൗ പിക്ചർ ലുക്ക് ലൈക്ക്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിക്ചറിന്റെ ക്ലാരിറ്റി ഒരു ഫാക്ടറാണ്. അപ്പൊ ക്ലാരിറ്റി ഹൈ ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ വി ക്യാൻ കൺട്രോൾ ഇന്റൻസിറ്റി ആൻഡ് കളർ ഓഫ് പിക്സൽ. അപ്പൊ കളർ ഓഫ് പിക്സൽ ആൻഡ് ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ we have to improve the quality of the picture. Okay, that's the
മെയിൻ ഇൻട്രൊഡക്ഷൻ. സോ ഇൻട്രൊഡക്ഷൻ പറയുന്ന വേറൊന്നുമില്ല, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണ്, അതുപോലെ അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, പിക്ചർ എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ പിക്സൽസ് ആണ്. സോ യൂസിങ് പിക്സൽസ് വി ഹാവ് ടു ബിൽഡ് എ ലാർജ് പിക്ചർ. അതായത് പിക്സൽ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. ഇപ്പൊ ഡിഫറെന്റ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് എന്താവുന്നത്, ഒരു ഇമേജ് ആവുന്നത്, ഇമേജ് ഫോർമാറ്റിലോട്ട് പോകുന്നത്. ഇനി ഇമേജ് എങ്ങനെ ലുക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, വി ക്യാൻ കൺട്രോൾ ഇന്റൻസിറ്റി ആൻഡ് കളർ ഓഫ് ദ പിക്സൽ. ദെൻ മെയിൻലി നമ്മൾ രണ്ട് ടേംസ് പഠിക്കുന്നുണ്ട്, റാസ്റ്ററൈസേഷൻ ആൻഡ് സ്കാൻ കൺവേർഷൻ. അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ ടേം ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രാഫിക്കൽ ടേംസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ടെക്സ്റ്റ് റിലേറ്റഡ് റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് കോർ പേപ്പർ, അതായത് ടെക്സ്റ്റ് ബുക്ക് സിലബസ് തന്നിട്ടുണ്ട്, അതിന്റെ PDF വേണമെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ മെയിൻ കോൺസെപ്റ്റ് എല്ലാം തന്നെ ആ ടെക്സ്റ്റ് ബുക്സിൽ വരുന്നുണ്ട്. സോ ഇവിടെ മെയിൻ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പൊ പിക്സൽ എന്ന് പറയുന്നത് കോർ പോയിന്റ് ആണ്. അതുപോലെ അടുത്തൊരു പോയിന്റ് ആണ് റാസ്റ്ററൈസേഷൻ. റാസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സ്പെഷ്യൽ പ്രൊസീജിയർ ഡിറ്റർമൈൻസ് which pixel will provide the best approximation to the desired picture or graphics object. The special procedure, that means the special process which determines which pixel will provide the best approximation. ഇപ്പൊ ഏത് പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഈ പവർ പോയിന്റിൽ ഞാൻ ഈ ഒരു അലൈൻമെന്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്, അതുപോലെ റാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ അലൈൻമെന്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മുടെ പിക്സലിന്, ആ ഒരു പിക്ചർ എലമെന്റിന് ബെസ്റ്റ് അപ്രോക്സിമേഷൻ, അതായത് ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അത് ഏതൊരു കറസ്പോണ്ടിങ് നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് ബെസ്റ്റ് അപ്രോക്സിമേഷനിൽ പിക്സലിനെ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെയാണ് എന്ത് പറയുന്നത്, റാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് റാസ്റ്ററൈസേഷൻ. സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്കാൻ കൺവേർഷൻ ആണ്. സ്കാൻ കൺവേർഷൻ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് കണ്ടിന്യൂസ് പിക്ചർ ഓർ ഗ്രാഫിക്സ് ഒബ്ജെക്ട് ആസ് എ കളക്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് പിക്സൽസ്. ഇപ്പോൾ പിക്സൽസ് എല്ലാം കൂടി അതായത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടും. പിക്സൽസ് എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ജനറേറ്റ് ചെയ്യുന്ന ഇമേജിന്റെ ആ ഒരു കണ്ടിന്യൂസ് പിക്ചർ, അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇമേജിന്റെ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്കാൻ കൺവേർഷൻ. അപ്പൊ ഏത് ബെസ്റ്റ് അപ്രോക്സിമേഷനിൽ നമുക്ക് ആ പിക്ചർ കിട്ടുന്നുണ്ട് എന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ റാസ്റ്ററൈസേഷൻ എന്നും, അങ്ങനെ കണ്ടിന്യൂസ് പിക്ചർ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ സ്കാൻ കൺവേർഷൻ എന്നും പറയുന്നുണ്ട്. ഇപ്പൊ രണ്ട് ടേംസ് അവിടെ ഓർത്തിരിക്കണം, റാസ്റ്ററൈസേഷൻ ആൻഡ് scan conversion. It's about introduction. Then there are many applications. Applications നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. യൂസർ ഇന്റർഫേസ്, GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമേജ് പ്രോസസ്സിംഗ്. ഇമേജ് പ്രോസസ്സിംഗിൽ നിങ്ങൾ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മൊബൈലിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നു, മൊബൈലിൽ നിങ്ങൾ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞു, അതിനെ എഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന്റെ അതിന്റെ സാച്ചുറേഷനും അതുപോലെ അതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടുന്നു, അതുപോലെ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്നു, കളർ ഇൻക്രീസ് ചെയ്യുന്നു, അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഡിഫറെന്റ് ഫാക്ടേഴ്സും എന്ത് ചെയ്യണം, അതായത് പിക്സൽ ബേസിസിലാണ് അവിടെ മാറ്റുന്നത്. അങ്ങനെ ചെയ്യുന്ന കുറെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇമേജ് പ്രോസസ്സിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇനി ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഓഫീസ് ഓട്ടോമേഷന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ദെൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഡിസൈൻ, CAD ആപ്ലിക്കേഷൻസിൽ കൂടുതലും, അതായത് ഒബ്ജക്ട്സ്, CAD മോഡൽസ് എല്ലാം ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 3D പിക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സിമുലേഷൻ ആൻഡ് അനിമേഷനെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. അനിമേഷനിൽ ചേഞ്ചിങ് ദ മോഷൻ, അതായത് ഒരു പിക്ചറിന്റെ നിങ്ങൾക്ക് അറിയാം, ജിഫ് ഇമേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇമേജ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ പിക്ചറിന്റെ മോഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് പിക്ചറിന്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നത് എല്ലാം അതുപോലെ സിമുലേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അതെന്തായിരിക്കും, ഒരു മൂവിങ് ഒബ്ജക്ട്സ് ആയിരിക്കും. അപ്പൊ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനാണ് അത് അവിടെ അനിമേഷൻ വഴി കാണിക്കുന്നത്. എനിക്കറിയാലോ, ഇതെല്ലാം ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ ചെറിയ ചെറിയ പാരാമീറ്റേഴ്സിൽ ചെറിയ ചെറിയ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. മെഡിക്കൽ ഇമേജ് ആൻഡ് സയന്റിഫിക് വിഷ്വലൈസേഷൻ, ഇപ്പൊ മോസ്റ്റ് കോമൺലി ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് മെഡിക്കൽ ഇമേജ് ആൻഡ് സയന്റിഫിക് വിഷ്വലൈസേഷൻ. ദെൻ ഗെയിംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഗെയിം ഡിസൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ ഗെയിം ഡിസൈൻ ചെയ്യുന്നവരുണ്ടായിരിക്കും, പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഗെയിംസ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം യൂസിങ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മെത്തേഡ്. ഇപ്പൊ C പ്രോഗ്രാമിംഗിലൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്
ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട്. മൂവ് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ, അതുപോലെ ഡിഫറെന്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാത്ത് ലാബ് ട്യൂട്ടോറിയൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് മൂവ്മെന്റിനും അതിന്റെ ഓപ്ഷൻസും ഡിഫറെന്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൈത്തൺ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജ് പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഗ്രാഫിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ആർട്ട് ആൻഡ് കോമേഴ്സ്, ദീസ് ആർ ദി മെയിൻ ആപ്ലിക്കേഷൻസ്. ഇനിയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇമേജ് പ്രോസസ്സിംഗ്, അതുപോലെ മെഡിക്കൽ ഇമേജ് പ്രോസസ്സിംഗ്, ദെൻ ഗെയിംസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ആർട്ട് ആൻഡ് കോമേഴ്സ്, സിമുലേഷൻ ആൻഡ് ആനിമേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ജസ്റ്റ് തിയറി വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് കോമൺലി യൂസ്ഡ് വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇറ്റ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേസ് ആണ്. It provides tools for producing picture of real world as well as synthetic objects such as mathematical surfaces in 4D and of data that have no inherent geometry such as survey results. That means it provides real world object. Real world object നെ അതേപോലെ ഇപ്പോൾ augmented reality ഒക്കെ കേട്ടിട്ടുണ്ടാവും. Augmented reality എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത് റിയാലിറ്റി കോൺസെപ്റ്റ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ അതെല്ലാം 4D അപ്രോച്ചും എല്ലാം യൂസ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പൊ അതെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുവാണ്. ഇറ്റ് ഹാസ് എബിലിറ്റി ടു ഷോ മൂവിംഗ് പിക്ചേഴ്സ്, ദസ് പോസിബിൾ ടു പ്രൊഡ്യൂസ് അനിമേഷൻസ് വിത്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഞാൻ പറഞ്ഞു മോഷൻസ്, മൂവിംഗ് പിക്ചേഴ്സ്, അതായത് ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നത് ഗ്രാഫിക്കലി നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് യൂസ് ചെയ്ത് യൂസിങ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ. With the use of computer graphics, we can control the animation by adjusting the speed, portion of picture in view, the amount of detail shown, and so on. So with the use of computer graphics, we can control the animation. Animation control ചെയ്യാൻ പറ്റും എങ്ങനെ? By adjusting the speed adjust ചെയ്യുക, അതുപോലെ portion of picture in view, the amount of detail shown, and so on. അപ്പോൾ അതിന്റെ എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, പിക്ചറിന്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, ഏതൊക്കെ പിക്ചേഴ്സ് ആണ് വേണ്ടത് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ അതെല്ലാം നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം എന്താണ് അഡ്വാൻറ്റേജസ് ആണ്. സോ അനദർ അഡ്വാൻറ്റേജ് ഇസ് മോഷൻ ഡൈനാമിക്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ക്യാൻ മൂവ് ഒബ്ജക്ട്സ് ആസ് വെൽ ആസ് ഒബ്സർവ്സ് ആസ് പെർ റിക്വയർമെന്റ്. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ആസ് പെർ അവർ റിക്വയർമെന്റ് വി ക്യാൻ മൂവ് ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു സിംപ്ലി ബിൽഡ് എ പ്രോഗ്രാം ഫോർ മൂവിങ് ബോൾ മൂവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് സിംപ്ലി നമുക്ക് പ്രോഗ്രാമിംഗ് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് മോഷൻ ഡൈനാമിക്സിൽ വരുന്നതാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അത് തന്നെയാണ് ഇവിടെ ആനിമേഷൻ ടെക്നിക്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. സി പ്രോഗ്രാമിംഗിൽ നമുക്ക് ജസ്റ്റ് ഒരു മൂവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിന്റെ വെർട്ടിക്കൽ അതുപോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബോൾ മൂവ്മെന്റും അതുപോലെ ആ ബോൾ ഒരു പേഴ്സൺ എന്താണ് കിക്ക് ചെയ്യുന്നതും എല്ലാം നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി കോൾഡ് അപ്ഡേറ്റ് ഡൈനാമിക്സ്. അപ്പൊ അതുപോലെ മോഷൻ ഡൈനാമിക്സ് പോലെ തന്നെ അപ്ഡേറ്റ് ഡൈനാമിക്സ് വരുന്നുണ്ട്. വിത്ത് ദിസ് വി ക്യാൻ ചേഞ്ച് ദ ഷേപ്പ്, കളർ ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്. ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ കളറ്, ഷേപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ഡൈനാമിക്സ് അപ്ലൈ ചെയ്താൽ മതി. അതായത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ. ഷേപ്പ്, കളർ, അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സൈസ് പറഞ്ഞു കൊടുക്കാം. ഒബ്ജക്ട് സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആവാം, അതുപോലെ ലാർജ് ആവാം. അപ്പൊ അങ്ങനെയുള്ള സൈസ് പറഞ്ഞു കൊടുക്കാം. അതുപോലെ അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം. അതിന്റെ ക്ലാരിറ്റി ഇപ്പോൾ കുറവാണെങ്കിൽ അതിന്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ ഇന്റൻസിറ്റി അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ഡൈനാമിക്സിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ 2 പോയിന്റ്സ് പറയുന്നത് വേറൊന്നുമില്ല, മോഷൻ ഡൈനാമിക്സ് അതുപോലെ അപ്ഡേറ്റ് ഡൈനാമിക്സ്. Now in recent development of digital signal processing and audio synthesis chip, the interactive graphics can provide audio feedback along with the graphical feedback. അപ്പോൾ ഓഡിയോ ഫീഡ്ബാക്ക് എന്നൊരു കൺസെപ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സിൽ. ലേറ്റർ ടെക്നോളജി അനുസരിച്ച് ഓഡിയോ ഫീഡ്ബാക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ജസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഉള്ളത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ബേസിക് കോൺസെപ്റ്റ്സിൽ എന്തൊക്കെയാണ്? പിക്സൽസ് പറഞ്ഞ കാര്യമാണ്. പിക്സൽസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് അഡ്രസബിൾ യൂണിറ്റ് ഓൺ ദ സ്ക്രീൻ. സ്മോളസ്റ്റ് അഡ്രസബിൾ യൂണിറ്റിനാണ് പിക്സൽ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ ഏരിയ വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ എ കളക്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് പിക്ചർ എലമെന്റ്സ്. ഇപ്പൊ ഡിസ്ക്രീറ്റ് പിക്ചർ എലമെന്റിന്റെ കളക്ഷൻസിനെയാണ് ഒരു ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ മോണിറ്റർ എടുത്തു കഴിഞ്ഞാൽ, സ്ക്രീൻ എടുത്തു കഴിഞ്ഞാലും അതിൽ
ഒരു കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ ഒരു സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ആ ഒരു ലൊക്കേഷനിൽ ഒരു കളർ അല്ലെങ്കിൽ ഒരു പോയിന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനാണ് പിക്സൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിക്ചർ എലമെന്റ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് അഡ്രസിബിൾ യൂണിറ്റ് ഓൺ ദ സ്ക്രീൻ. Then it represent information such as intensity, color, അതെല്ലാം അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇന്റൻസിറ്റി, കളർ, അങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് പിക്സൽസ്. ഇറ്റ്സ് അബൌട്ട് പിക്സൽ. ഇനി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മെയിൻലി ടു കാറ്റഗറീസിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പറയുന്നുണ്ട്, ഇന്ററാക്റ്റീവ് ആൻഡ് നോൺ ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഇപ്പൊ ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഉണ്ട്, നോൺ ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഉണ്ട്. ഓക്കെ, ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് യൂസർ. അപ്പൊ കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഏതിൽ വരുന്നത്, ഇന്ററാക്റ്റീവ്. പേരിൽ നിന്ന് തന്നെ കിട്ടും ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. So here the observer is given some control over the image by providing him with an input device. So observer അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു യൂസർ ക്യാൻ കൺട്രോൾ. യൂസർ അതായത് നമ്മൾ യൂസ് ചെയ്യുന്നവർ എന്ത് ചെയ്യാണ്, കൺട്രോൾ ഓവർ ദി ഇമേജിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെയാണ് എന്ത് പറയുന്നത്, ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഫോർ എക്സാമ്പിൾ, ഒബ്സർവർ സെൻഡ് ഹിസ് റിക്വസ്റ്റ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ വീഡിയോ ഗെയിം കൺട്രോളർ. വീഡിയോ ഗെയിം കൺട്രോളർ യൂസ് ചെയ്ത് വി ഹാവ് ടു സെൻഡ് ദ റിക്വസ്റ്റ് ടു ദ computer on receiving signal can modify the displayed picture appropriately. നമ്മൾ തന്നെ അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന പ്രൊസീജിയർ ആണ് ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. Second one, non-interactive computer graphics. Non-interactive computer graphics means it is a passive computer graphics. Okay, so here the user does not have any control over the image. The user ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Like TV images shown on television. The images നമുക്ക് ടെലിവിഷനിലെ images നമുക്ക് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് നോൺ ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സിൽ വരുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് only a one-way communication. Here the image is merely the product of static stored program and will work according to the instructions given in the program linearly. അപ്പോൾ ആ പ്രോഗ്രാമിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ അത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ഹിയർ യൂസർ ഹാസ് നോട്ട് ഏബിൾ ടു ചേഞ്ച് എനിത്തിങ്. ഓക്കെ, ചേഞ്ച് any features of the image. The image is totally under the control of program instructions, not under the user. That's about non-interactive computer graphics. Okay, these are the different types of computer graphics, interactive and non-interactive. Then ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബേസിക് കോൺസെപ്റ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചോദിച്ചോ, ക്വസ്റ്റ്യൻസ് ചോദിച്ചോ. ഡൗട്ട്സ് ഒന്നുമില്ല? അനഘ മിസ് ഓക്കെ ആണ്. ഓക്കെ ആണോ? കുഴപ്പമില്ല. ഇല്ല, ഓക്കെ ആണ്. ഓക്കെ, ആദർശ് വോയിസ് സൈഡ്, അദ്വൈത് ഓക്കെ മിസ്. ഓക്കെ ആണോ? ആ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് മെയിൻ ഇനി വരുന്ന ടോപ്പിക്സ് കുറച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ. ബേസിക് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഗ്രാഫിക്സ് ഡിസ്പ്ലേ ഡിവൈസസ്. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ്.
പെർസിസ്റ്റൻസ് എന്നാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം CRT takes to decay the emitted light from the screen to 1/10 of its original intensity. Lower persistence phosphor require high refresh rate. Graphics monitors are usually constructed with a persistence in the range from 10 to 60 microseconds. ഇതൊരു വാല്യൂ ആണ്. That means it is defined as the time CRT. CRT നമ്മൾ പഠിക്കുന്നുണ്ട്. കാഥോഡ് റേ ട്യൂബ് എന്നാണ് പറയുന്നത്. CRT കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സിലെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പഠിച്ചിട്ടുള്ളതാണ്. Cathode ray tube takes to decay the emitted light from the screen to 1/10 of its original intensity. അപ്പോൾ ഒറിജിനൽ ഇന്റൻസിറ്റിയുടെ 1/10 എന്ത് ചെയ്യാണ്, എമിറ്റഡ് ലൈറ്റിൽ നിന്ന്, അതായത് സ്ക്രീനിൽ നിന്ന് ഡിക്കേ ചെയ്യുന്ന എടുക്കുന്ന ഒരു ടൈം, ആ ഒരു ടൈമിനെയാണ് എന്ത് പറയുന്നത്, പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം cathode ray tube CRT takes to decay the emitted light from the screen to 1/10 of its original intensity. Lower persistence phosphor require high refresh rate. ഇപ്പോൾ ഫോസ്ഫർ യൂസ് ചെയ്യുന്നുണ്ട്, ഫോസ്ഫർ കോട്ടിംഗ് ആണ്. അപ്പോൾ അവിടെ ലോവർ പെർസിസ്റ്റൻസ് ഫോസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ഹൈ റിഫ്രഷ് റേറ്റ് ആണ് മീൻ ചെയ്യുന്നത്. അതായത് ഹൈ റിഫ്രഷ് റേറ്റ് വേണമെങ്കിൽ ലോവർ പെർസിസ്റ്റൻസ് ഫോസ്ഫർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് മോണിറ്റേഴ്സ് ആർ യൂഷ്വലി കൺസ്ട്രക്റ്റഡ് വിത്ത് എ പെർസിസ്റ്റൻസ് ഇൻ ദ റേഞ്ച് ഫ്രം 10 to 60 microsecond. ആ റേഞ്ച് ഒന്ന് നോക്കി വയ്ക്കാം. 10 to 60 microsecond ആണ് ഗ്രാഫിക്സ് മോണിറ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു കറസ്പോണ്ടിങ് ടൈം ആണ് 10 to 60 microsecond. മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. പിന്നെ അതിന്റെ ഡെഫിനിഷൻ, ഇപ്പൊ ഡിഫൈൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഷോർട്ട് ക്വസ്റ്റ്യനിലെ. പെർസിസ്റ്റൻസ് ചോദിക്കാം, അതുപോലെ പിക്സൽ ചോദിക്കാം, അങ്ങനെയുള്ള ടേംസ് നോക്കി വയ്ക്കാം. ഇപ്പൊ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം CRT takes to decay the emitted light from the screen to 1/10 of its original intensity. സെക്കൻഡ് ടോപ്പിക്, റെസൊല്യൂഷൻ. കേട്ടിട്ടുള്ള ടേം ആണ് റെസൊല്യൂഷൻ. ഒന്നുമില്ല, ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിക്ചർ എന്താണ്? ഫസ്റ്റ് പിക്ചർ ക്ലാരിറ്റി കുറവാണ്, അതിന്റെ കറസ്പോണ്ടിങ് റെസൊല്യൂഷൻ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തു. സെക്കൻഡ് പിക്ചർ, തേർഡ് പിക്ചർ റെസൊല്യൂഷൻ എന്താണ്? കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തു. ലാസ്റ്റ് പിക്ചറിൽ ഹൈ റെസൊല്യൂഷൻ ആണ്. ഹൈ റെസൊല്യൂഷൻ പിക്ചറിൽ എന്താണ്? ഇമേജ് ക്വാളിറ്റി ഈസ് വെരി ഹൈ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് റെസൊല്യൂഷൻ. ഇനി അതിന്റെ ഡെഫിനേഷൻ എന്താന്ന് പറയാം. ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് വിത്തൗട്ട് ഓവർലാപ്പ് ഓൺ എ CRT. ഇപ്പൊ CRTയില് കാഥോഡ് റേ ട്യൂബില് ഓവർലാപ്പിംഗ് ഇല്ലാത്ത എത്ര മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു അതിനെയാണ് എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നോക്കി വെക്കാം. അപ്പൊ റെസൊല്യൂഷൻ എന്താണ്? ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് വിത്തൗട്ട് ഓവർലാപ്പ് ഓൺ എ CRT. ഇപ്പൊ CRTയിൽ ഓവർലാപ്പിംഗ് ഇല്ലാതെ, ഇപ്പൊ ഫസ്റ്റ് പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് അതായത് ഓവർലാപ്പിംഗ് ഈസ് വെരി ഹൈ. ഇവിടെ എങ്ങനെയാണ്? ഓവർലാപ്പിംഗ് വെരി ഹൈ ആണ്. സോ ഇമേജ് ക്വാളിറ്റി ഈസ് വെരി ലോ. ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് വെരി ലോ ആണ്. അപ്പൊ എത്ര മാക്സിമം പോയിന്റ്സ്, അതായത് ഓവർലാപ്പ് ചെയ്യാത്ത എത്ര മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പോയിന്റ്സ് പെർ സെന്റിമീറ്റർ ദാറ്റ് ക്യാൻ ബി പ്ലോട്ടഡ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഇപ്പൊ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി എത്ര പോയിന്റ്സ് പെർ സെന്റിമീറ്റർ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റെസൊല്യൂഷൻ കണക്കാക്കുന്നത്. Typical resolution on high quality system is 1280 by 1024. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. സ്ഥിരം വൈവ ക്വസ്റ്റ്യൻസ് അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് സ്കോർ ക്വസ്റ്റ്യൻ ആണ്. ഹൈ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ടിപ്പിക്കൽ റെസൊല്യൂഷൻ 1280 by 1024. Higher resolution systems are often referred to as high definition systems. High resolution systemത്തിനെ നമ്മൾ എന്ത് പറയും? ഹൈ ഡെഫിനിഷൻ സിസ്റ്റംസ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? The maximum number of points that can be displayed without overlap on a CRT. ഇപ്പൊ CRTയിൽ ഓവർലാപ്പ് ചെയ്യാത്ത മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സിന് എന്ത് പറയാം? റെസൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഹൈ ക്വാളിറ്റി സിസ്റ്റത്തിൽ എത്രയാണ് റെസൊല്യൂഷൻ വരുന്നത്? 1280 by 1024. നെക്സ്റ്റ്, intensity distribution. Intensity is greatest at the center of pixel and decreases with Gaussian distribution towards edges. അപ്പോൾ സെന്റർ ഓഫ് പിക്സൽ എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ പിക്സലിന്റെ സെന്റർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഈസ് വെരി ഹൈ. ഓക്കെ, ഇന്റൻസിറ്റി ഈസ് ഗ്രേറ്റസ്റ്റ് അറ്റ് ദ സെന്റർ ഓഫ് പിക്സൽ ആൻഡ് ഡിക്രീസസ് വിത്ത് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ടുവേഴ്സ് ദ എഡ്ജസ്. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചാണല്ലോ. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്ത് എന്താണ് വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഡ്ജസ്, അതായത് ഓരോ പോയിന്റ്സിന്റെ ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാണ്? ഇന്റൻസിറ്റി ഇവിടെ കുറഞ്ഞു വരുവാണ്.
ഇപ്പൊ എഡ്ജസ് എടുത്തു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കുറവാണ്. അതുപോലെ മിഡിൽ പോയിന്റ്, അതായത് സെന്റർ ഓഫ് ദ പിക്സൽ എടുത്തു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഈസ് വെരി ഹൈ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ എന്താണ്? ദ റേഷ്യോ ഓഫ് വെർട്ടിക്കൽ പോയിന്റ്സ് ടു ഹൊറിസോണ്ടൽ പോയിന്റ്സ് നെസസറി ടു പ്രൊഡ്യൂസ് ഈക്വൽ ലെങ്ത് ലൈൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഓൺ ദ സ്ക്രീൻ. അപ്പൊ ആസ്പെക്ട് റേഷ്യോ എന്താണ്? ഈക്വൽ ലെങ്ത് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബോത്ത് ഡയറക്ഷൻ വെർട്ടിക്കൽ ഡയറക്ഷനും ഹൊറിസോണ്ടൽ ഡയറക്ഷനും എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പോയിന്റ്സിൽ നിന്നും ഹൊറിസോണ്ടൽ പോയിന്റ്സിന്റെ റേഷ്യോ ഈക്വലി അതെങ്ങനെ റേഷ്യോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയാണ് ആസ്പെക്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ റേഷ്യോ ഓഫ് വെർട്ടിക്കൽ പോയിന്റ്സ് ടു ഹൊറിസോണ്ടൽ പോയിന്റ്സ് നെസസറി ടു പ്രൊഡ്യൂസ് ഈക്വൽ ലെങ്ത് ലൈൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഓൺ ദ സ്ക്രീൻ ഇസ് എ റേഷ്യോ ഓഫ് ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ പോയിന്റ്സ്. ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ പോയിന്റ്സ് എന്നും പറയാം, പക്ഷേ മെയിൻ ആയിട്ട് പറയുന്നത് റേഷ്യോ ഓഫ് വെർട്ടിക്കൽ പോയിന്റ്സ് ടു, അതായത് y/x എന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ ആസ്പെക്ട് റേഷ്യോ പറയുന്നത്. y/x vertical points to horizontal points necessary to produce equal length lines in both direction on the screen. So equal length lines പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കറസ്പോണ്ടിങ് ഇപ്പൊ 3:2 ആസ്പെക്ട് റേഷ്യോ ആണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ഇമേജ് എഡിറ്റർ ഒക്കെ ഉണ്ട്. ഇപ്പൊ എഡിറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് ഇമേജിന്റെ സൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇമേജിന്റെ സൈസ് നമുക്ക് തന്നെ ഓൾറെഡി ഇപ്പോൾ 2KB അതായത് അല്ലെങ്കിൽ 150/200 പിക്സലുള്ള അല്ലെങ്കിൽ എന്താണ് 150 ഹൈറ്റ് ബൈ 200 വിഡ്ത്ത് ഉള്ള ഇമേജ് നമുക്ക് ക്രോപ്പ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് എഡിറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ ബേസ് ചെയ്ത് ഇമേജ് കറസ്പോണ്ടിങ് റേഷ്യോ ബേസ് ചെയ്ത് വരും. അപ്പൊ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇമേജ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വിത്തൗട്ട് ആസ്പെക്ട് റേഷ്യോ ഇമേജ് എങ്ങനെയായിരിക്കും? എന്താണ് ഇമേജ് ഒരുമാതിരി ബ്ലേർഡ് ആയിട്ടിരിക്കും. ആസ്പെക്ട് റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ, ആസ്പെക്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇമേജ് ഷുഡ് ബി ബ്ലേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു റേഷ്യോയാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്. ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന മെയിൻ കോൺസെപ്റ്റ്സ് ആണ് പെർസിസ്റ്റൻസ്, എന്തൊക്കെ പറഞ്ഞു? പെർസിസ്റ്റൻസ്, റെസൊല്യൂഷൻ, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആസ്പെക്ട് റേഷ്യോ. ഓക്കെ, ഇപ്പൊ പെർസിസ്റ്റൻസ് എന്തായിരുന്നു? പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം ആണ്. CRT, ഇറ്റ് ഈസ് എ ടൈം CRT ടേക്സ് ടു ഡീകേ ദ എമിറ്റഡ് ലൈറ്റ് ഫ്രം ദ സ്ക്രീൻ ടു 1/10 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ഇന്റൻസിറ്റി. ഒറിജിനൽ ഇന്റൻസിറ്റിയുടെ 1/10 എടുക്കാൻ വേണ്ടിയിട്ട് CRT-ന്ന്, അതായത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ആ ഒരു ടൈമിനെയാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റേഞ്ച് എന്ന് പറയുന്നത് നോർമലി ഗ്രാഫിക്കൽ ഡിവൈസസിൽ 10 to 60 മൈക്രോ സെക്കൻഡ് ആണ്. 10 to 60 മൈക്രോ സെക്കൻഡ്സ്. Second one is resolution. Resolution എന്ന് പറയുന്നത് എന്താണ്? It is a maximum number of points that can be displayed without overlap on a CRT. CRT-യിൽ ഓവർലാപ്പ് വരാതെ എത്ര പോയിന്റ്സ്, മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു, ആ ഒരു ടേമിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ടിപ്പിക്കൽ റെസൊല്യൂഷൻ ഓൺ ഹൈ ക്വാളിറ്റി സിസ്റ്റം ഈസ് 1280/1024. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. Intensity is greatest at the center of the pixel and decreases with Gaussian distribution towards the edges. ഇപ്പൊ towards the edges വരുമ്പോൾ എന്താണ് ഇന്റൻസിറ്റി കുറഞ്ഞു വരും. നെക്സ്റ്റ്, ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ വെർട്ടിക്കൽ ടു ഹൊറിസോണ്ടൽ. ഇപ്പൊ നോർമലി നിങ്ങൾ വെർട്ടിക്കൽ ടു ഹൊറിസോണ്ടൽ പോയിന്റ്സ് എന്ന് എഴുതിയാൽ മതി. ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ എന്ന് പറയാറില്ല. അതിപ്പോ ഞാനിപ്പോ മാറ്റാൻ, അതായത് PPT-യിൽ റേഷ്യോ ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ നോർമലി വെർട്ടിക്കൽ ടു ഹൊറിസോണ്ടൽ പോയിന്റ്സ് ആണ് which is necessary to produce equal length lines in both directions on the screen. Okay. അപ്പൊ ഇത്രയാണ് ബേസിക് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഗ്രാഫിക്. അപ്പൊ ഇതിന്റെ കൂടെ പിക്സലും കൂടെ പഠിച്ചോളാം. പിക്സൽ എന്താണെന്നുള്ളത് അതും ബേസിക് കോൺസെപ്റ്റ്സിൽ വരുന്നതാണ്, പിക്ചർ എലമെന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ടേംസ് ആണ്, പക്ഷേ ഡെഫിനേഷനും കൂടി എഴുതാൻ അറിഞ്ഞിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെഫിനേഷൻ എന്താണെന്നും കൂടി പഠിച്ചു വയ്ക്കും. ഇനിയുള്ളത് ഡിസ്പ്ലേ ഡിവൈസസ് ആണ്. ഡിസ്പ്ലേ ഡിവൈസസ് അറിയാലോ. ഡിസ്പ്ലേ ഡിവൈസസ് ആർ ഓൾസോ നോൺ ആസ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് വീഡിയോ മോണിറ്റർ. വീഡിയോ മോണിറ്റർ ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ്. CRT ഞാൻ ക്ലാസ്സിൽ എടുക്കാം. കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, ബേസിക് കോൺസെപ്റ്റ് പറയുന്ന ഇത്രേ ഉള്ളൂ.
ടൈപ്സ് ഓഫ് ഇപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ഒരു കോൺസെപ്റ്റ്സ് ആണ് ഞാനിപ്പോൾ എടുത്തത് മൊഡ്യൂളിൽ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിക് ഡിവൈസസ് ആണ് ഇനി വരുന്നത്. ഓക്കെ, ഓരോ സെക്ഷൻ ആയിട്ട് പോട്ടെ. ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ആദ്യം എടുത്തത് കേട്ടോ. ബേസിക് കോൺസെപ്റ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അറ്റൻഡൻസ് എടുത്തോ. റോൾ നമ്പർ 1. റോൾ നമ്പർ 1 പ്രസന്റ് ആണോ?